കേരളത്തിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ജി സുധാകരൻ എന്ന CPM-ന്റെ ആലപ്പുഴയിലെ വലിയ നേതാവായിരുന്ന അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇതിനാസ്പദമായിട്ടുള്ള സംഭവത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങളോട് വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് KV ദേവദാസ് എന്ന് പറയുന്ന KSTയുടെ നേതാവായിരുന്ന ഒരാൾ. അദ്ദേഹം 1989 ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ചു. എതിർ സ്ഥാനാർത്ഥിയായിരുന്നത് വക്കം പുരുഷോത്തമനായിരുന്നു. വക്കം പുരുഷോത്തമൻ അന്ന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ആ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുള്ള ആ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ടുകളൊക്കെ തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുവരികയും ജി സുധാകരൻ്റെയൊക്കെ നേതൃത്വത്തിൽ തന്നെ ആ വോട്ടുകൾ തുറന്നു നോക്കുകയും അതിൽ മാറ്റം വരുത്തുകയും ചെയ്തു എന്നുള്ള അതീവ ഗുരുതരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് ജി സുധാകരൻ നടത്തിയത്. അതിനുശേഷം അദ്ദേഹം അതിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മാറി അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, ഞാനൊരല്പം ഭാവന കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പറഞ്ഞതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. കൂടാതെ ഇന്ന് അതിനോട് ചാനലുകളിലൂടെ പ്രതികരിക്കുന്ന അഡ്വക്കേറ്റ് അനിൽകുമാറും കൂടാതെ നാസർ രാഘവൻ എന്ന് പറയുന്ന CPM-ന്റെ ആലപ്പുഴയിലെ ജില്ലാ സെക്രട്ടറി അദ്ദേഹവുമൊക്കെ വന്നിട്ട് പറയുന്നത് ഇതിൽ കേസെടുക്കാൻ കഴിയില്ല, കാരണം കേസെടുക്കാനുള്ള ഒരു മെറ്റീരിയലൊന്നും ഇതിനകത്തില്ല, കേസെടുത്തത് തെറ്റാണ്, കാരണം ഇത് തെളിയിക്കാൻ എന്തായാലും കഴിയില്ല, തെളിവുകളൊന്നും കിട്ടാത്തതുകൊണ്ട് കേസുമായിട്ടൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നാണ്. അത് ഈ CPM-ന്റെ വാദങ്ങളൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നിങ്ങളോട്, അതൊരിക്കൽ കൂടി ഞാൻ പറയുന്നു. കൃത്യമായി പറഞ്ഞാൽ ജി സുധാകരൻ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം 75 വയസ്സ് തികഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നൊക്കെ തന്നെ പുറത്താവുകയും ഇപ്പോൾ ഏതോ CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അതിൽ മാത്രം പങ്കെടുക്കുന്ന ഒരു സാധാരണ മെമ്പറാണ്. അപ്പോൾ അദ്ദേഹം കൃത്യമായ ബോധ്യമില്ലാതെ അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ടോ ഒരു നാക്കുപിഴ കൊണ്ടോ ഒന്നും ഒരിക്കൽ പോലും സംസാരിക്കാത്ത ഒരാളാണ്. പക്ഷെ അദ്ദേഹം വളരെ വ്യക്തവും കൃത്യവുമായി ഇന്നലെ പറഞ്ഞത്, ഒരു വാചകം കൂടി അദ്ദേഹം പറഞ്ഞത്, ഇത് പറഞ്ഞതിന് ശേഷം ഇതിന് പുറത്ത് വേണമെങ്കിൽ കേസെടുത്തോട്ടെ, എനിക്ക് കുഴപ്പമില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ കേസെടുക്കാവുന്ന ഒരു കാര്യമാണ് താൻ പറഞ്ഞിരിക്കുന്നതെന്നും അതേതാണ്ട് 36 കൊല്ലം മുമ്പ് ചെയ്തിട്ടുള്ള വലിയ തെറ്റാണെന്നും നമുക്ക് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹം മറ്റു പല സമ്മർദ്ദങ്ങളിലേക്കോ ഭാഗമായിട്ട് മാറ്റം വരുത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, ഞാൻ ഭാവനയിൽ നിന്ന് പറഞ്ഞതാണെന്നാണ് പറഞ്ഞേക്കണേ. ഇത് പറയാനുള്ള യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് CPM എന്ന് പറയുന്ന ഒരു പാർട്ടി അതിൻ്റെ ഇലക്ഷനിൽ ജയിക്കാൻ അവർ ഏത് മാർഗവും ഉപയോഗിക്കും, ഏത് വൃത്തികെട്ട മാർഗവും ഉപയോഗിക്കുമെന്ന് കൃത്യമായി ജനങ്ങളോട് പറയണമെന്നും ജനങ്ങളൊക്കെ തന്നെ അത് മനസ്സിലാക്കണമെന്നും അത് ചർച്ച ചെയ്യണമെന്നും ജി സുധാകരൻ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഇതിൽ ജി സുധാകരന് അറിയാവുന്ന, കൃത്യമായി അറിയാവുന്ന ഒരു കാര്യം, CPM-ൻ്റെയൊക്കെ ഒരു ആശയപരമായി CPM എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളത് ജയം പോലും അവർക്ക് വലിയ പ്രധാനപ്പെട്ട കാര്യമല്ലെന്നും പകരം തൊഴിലാളി വർഗ വിപ്ലവത്തിലൂടെയാണ് അധികാരത്തിൽ വരേണ്ടതെന്നും അതിനുശേഷം യഥാർത്ഥത്തിൽ ഈ പറയുന്ന തൊഴിലാളി വർഗ വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള ആശയപ്രചരണം നടത്തുന്നതിനുള്ള ഒരു ഉപാധിയായി മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ കാണുന്നതെന്നുമാണ് ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് ഇപ്പോൾ ജനാധിപത്യമൊക്കെ അംഗീകരിച്ചു, ജനാധിപത്യത്തിലൂടെയും അധികാരത്തിൽ വരാമെന്നുള്ള കാലം മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ജനാധിപത്യത്തിൽ മത്സരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ആകത്തുക എന്ന് പറയുന്നത് CPM എല്ലാ കാലത്തും കണ്ടുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ആശയപരമായി അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അതൊരു ആശയ പ്രചാരണത്തിനുള്ള ഉപാധിയായിട്ട് മാത്രമാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് CPM എന്ന് പറയുന്ന ഒരു പാർട്ടി എങ്ങനെയും അധികാരത്തിൽ വരാനും അധികാരത്തിലേക്ക് എത്താനുമുള്ള ആക്രാന്തം കൊണ്ടും അത്യാർത്തി കൊണ്ടുമൊക്കെ തന്നെ ഏത് തരത്തിലുള്ള വൃത്തികേടുകളും കാണിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത്. നമുക്കെല്ലാം അറിയാം, നേരത്തെ വോട്ടേഴ്സ് ID കാർഡും അതുപോലെ ആധാർ കാർഡും ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ നിരവധി കള്ളവോട്ടുകൾ CPM അടക്കമുള്ള ആളുകൾ ചെയ്തിരുന്നു. അതിൻ്റെ ചാമ്പ്യൻ CPM ആയിരുന്നു. അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിൽ, കണ്ണൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ തന്നെ മറ്റാളുകളെയൊക്കെ വോട്ട് ചെയ്യാൻ അനുവദിക്കാത്ത കാര്യങ്ങളുമൊക്കെ എന്ന് പറയുന്ന ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എൻ്റെ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ ഞാൻ ജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അദ്ദേഹം ജയിച്ചത് 1000-ൽ താഴെ വോട്ടുകൾക്കാണ്, 890 വോട്ടുകൾക്കാണ്. ജയിക്കാനുള്ള കാരണം ഞാൻ കള്ള വോട്ടുകളെ തടയാൻ ഏറ്റവും ആദ്യമേ തന്നെ ചില നടപടികൾ എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം ഈ കഴിഞ്ഞ KPCCയുടെ ഭാരവാഹികളുടെ ഒരു ചുമതലയേൽക്കൽ ചടങ്ങിലും പറഞ്ഞത്, ഏറ്റവും ആദ്യമായി കൃത്യമായി നമ്മൾ വോട്ട് ചേർക്കുകയും കള്ള വോട്ടുകൾ തടയാനുള്ള ഒരു സംവിധാനം നമ്മൾ കൃത്യമായി ഒരുക്കുകയും വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി ചെയ്തുകൊണ്ട് മാത്രമേ CPM-നെ പോലെയുള്ള നേരിടാൻ പറ്റൂ. അല്ലെങ്കിൽ CPM തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഏത് വൃത്തികേടും കാണിക്കുമെന്നാണ്
പൊതുവെ പരക്കെ ആരോപണമുണ്ടായിരുന്നു. ആ ആരോപണത്തിൻ്റെ അടിയിൽ കൃത്യമായി പേരെഴുതി ഒപ്പിടുകയാണ് ജി സുധാകരൻ ചെയ്തിട്ടുള്ളത്. കാരണം ജി സുധാകരൻ ഇപ്പം അത് ഭാവനയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കേൾക്കുന്ന, അരിയാഹാരം കഴിക്കുന്ന, ചപ്പാത്തി കഴിക്കുന്ന, ഗോതമ്പ് കഴിക്കുന്ന ബംഗാളികൾക്ക് പോലും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഒരാൾ എങ്ങനെയാണ് ഭാവന പറയുക? അതായത് 1989 ഈ പറയുന്ന KV ദേവദാസ് എന്ന് പറയുന്ന KSTയുടെ നേതാവോടെ മത്സരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിനെതിരെ വക്കം പുരുഷോത്തമൻ മത്സരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ വക്കം പുരുഷോത്തമൻ അവിടെ വലിയ രീതിയിലുള്ള വോട്ടിൽ ജയിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് അന്നേരം ഈ ജി സുധാകരനൊക്കെ അവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത്തരം ബാക്കിയുള്ള എല്ലാം യാഥാർത്ഥ്യമാവുകയും ഈ പോസ്റ്റൽ ബാലറ്റുകൾ തിരുത്തി എന്നുള്ളത് മാത്രം ഞാൻ എൻ്റെ ഭാവനയാണെന്ന് പറയുകയും ചെയ്യുന്നതിലൂടെ കേസിൽ നിന്ന് അദ്ദേഹം താൽക്കാലികമായി രക്ഷപ്പെടും. പക്ഷേ ഇത് കേരളീയ സമൂഹത്തിൽ ചർച്ചയാവുകയും ഇപ്പോൾ തന്നെ CPM ഇത്തരത്തിലുള്ള ഏത് പരിപാടിയും നടത്തുന്നവരാണെന്ന് പറയുന്ന ഒരു ചിത്രം അല്ലെങ്കിൽ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ അത് കൃത്യമായി ഒരിക്കൽ കൂടി വെളിവാകുന്ന ഒരു കാര്യം പറയണം എന്നും അത് കേരളത്തിൽ ചർച്ചയാകണമെന്നും വിചാരിച്ച് വളരെ ബോധത്തോടുകൂടി, കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് ഈ പറയുന്ന ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവ് പറഞ്ഞിരിക്കുന്നത്. ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെ കുറിച്ച് കൂടി ചില കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം MA ബേബി ഇപ്പോൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹം MA ബേബി പറഞ്ഞത് എൻ്റെയൊക്കെ നേതാവായിരുന്നു സുധാകരൻ എന്നുള്ളതിലേക്കാണ്. കൂടാതെ അദ്ദേഹത്തിന് സംശുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ടെന്നും അദ്ദേഹം അഴിമതിക്കാരനല്ലെന്നും അദ്ദേഹം വളരെ കാര്യങ്ങൾ പഠിച്ച് ഭംഗിയെ അവതരിപ്പിക്കുന്ന ഒരാളാണെന്നും ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ള നിലക്ക് അദ്ദേഹം അതിഗംഭീരമായ പ്രവർത്തനം നടത്തിയിരുന്നു എന്നുമൊക്കെ വലിയ തോതിൽ പാർട്ടി തന്നെ, CPM തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് ബിൽഡിംഗ് കൃത്യമായി നടത്തിയിരുന്നു. ഇതിലൊക്കെ തന്നെ വാസ്തവമുണ്ട്. അപ്പോൾ അങ്ങനെ ഇമേജ് ബിൽഡിംഗ് നടത്തിയിട്ടുള്ള ഒരാളെ ഒരു സുപ്രഭാതത്തിൽ തള്ളിക്കളയാനും പാർട്ടിക്ക് പറ്റില്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ട് ഈ പറയുന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇറക്കാനും പറ്റില്ല, മതിരിച്ചിട്ട് തുപ്പാനും പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. ആ എത്തിച്ചേർന്നിരിക്കുന്ന ഇടയിലൂടെ ചില വസ്തുതകൾ കൂടി കൃത്യമായി ജി സുധാകരൻ നമ്മളോട് പറയുന്നു. ഇതിനു മുമ്പ് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, തൃശ്ശൂരിൽ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള അഴിമതികളിൽ പോലും CPMന് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് കേരളത്തോട് തുറന്നു പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഒന്ന് EP ജയരാജനും അതുപോലെ തന്നെ ജി സുധാകരനെ പോലെയുള്ള ആളുകൾ. ഇവരൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വായിച്ചെടുക്കണം. കാരണം ഇവർക്കൊക്കെ പാർട്ടിയുമായിട്ട് ചെറിയ അകൽച്ച ഉണ്ടാകുമ്പോൾ ഇവർ ചില സത്യങ്ങൾ പുറത്തുവിടുന്നു എന്ന് വിചാരിച്ചാൽ മതി. ആ സത്യങ്ങളുടെയൊക്കെ ചില കുറ്റങ്ങളുടെയും കുഴപ്പങ്ങളുടെയും ഒക്കെ ഭാഗം ഇവർ കൂടി ആയിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ പറഞ്ഞാലല്ലാതെ കേരളീയ സമൂഹത്തിലേക്ക് ഈ സത്യങ്ങൾ ഒരിക്കലും പുറത്തു വരില്ല. അതുകൊണ്ട് ആ സത്യങ്ങൾ ചർച്ചയാവുകയും എന്നാൽ കേസിൽ നിന്ന് വളരെ തന്ത്രപരമായി ഊരാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ജി സുധാകരൻ ഒരുക്കിയിരുന്നു എന്നുള്ളതാണ് വാസ്തവം.